ഇത് താഴ്ച നടുക്കിണറ്റില് വെള്ളമില്ല. അത് നമ്മള് വന്ന് വന്നപ്പോ പറ്റി എല്ലാവർക്കും ഞങ്ങള് പിന്നെ ഒന്നും ഉണ്ടല്ലോ, കാരണം കുടിവെള്ളമില്ലപ്പാ. ഇതിപ്പോ വറ്റാൻ നമ്മള് കൂടി ഒരു കിണറായാലും എല്ലാവരും തന്നെ സെപ്പറേറ്റ് എല്ലാവരും കൂടി സഹകരിക്കണ്ടേ. പറ്റാതിരിക്കട്ടെ, പറ്റാതിരിക്കാല്ലേ അതിനെല്ലാം കുഴിച്ചിന് ഫസ്റ്റത്തെ കിണറോ അല്ല അത് പിന്നെ പറ്റി അപ്പൊ ഈ സെന്ററിലൊക്കെ എന്താ പറ്റി പറഞ്ഞല്ലേ? ഇല്ല അത് വിട്ടിട്ടില്ല, അത് കണ്ടില്ലല്ലോ. ചെയ്യാൻ അടിക്കാൻ കഴിയില്ല, ചെയ്യാൻ കഴിയില്ല. സെൻട്രേ പ്രശ്നം കേട്ടോ, നമ്മൾ വിളിച്ചതൊന്നും ആയിട്ടില്ല. നമ്മോട് ഇങ്ങനെ വിളിച്ചാലും സെൻട്രലിലും പറ്റില്ല. ഒരു കിണറിലേ വെള്ളൂ, ഒരു കിണറിലേ ഉള്ളൂ. നടുക്കെ കിണർ, മറ്റേ കിണറില് ഇപ്പം മറ്റേ മാതിരിയുള്ള വെള്ളം ഇതിപ്പം പറ്റും. രണ്ട് ചെറിയ ദിവസം കൊണ്ട് ഭരിക്കാൻ തുടങ്ങി എല്ലാ ആൾക്കാരും വന്നിട്ട്, അതുകൊണ്ട് ഇപ്പോൾ ഇതും ബാങ്കിലായി. പിന്നെ മറ്റേ കിണറെന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിയിൽ മാത്രം ഉള്ളതാണ് നിർത്തി വെച്ചത്. രാത്രി 8-9 മണി വരെ ആ 9 മണിയായിരുന്നു. എൻ്റെ മിറ്റത്തോട്ടല്ലേ വെള്ളം കൊണ്ടുപോയി. സുഖമായിട്ടൊന്ന് കാണണം. അതാ അല്ല പാചകമൊക്കെ തമ്മിൽ പണിയെടുത്താളാ. ഇപ്പം പിന്നെ ഇങ്ങനെ ഏകനായിപ്പോയ ഒരു രക്ഷയില്ല. പിന്നെ പെൻഷൻ കൊണ്ടാണ് ജീവിക്കുന്നത്. ഞാൻ ഒരു 3 സെന്റ് സ്ഥലം എടുത്തേ. അപ്പം അപ്പം ഒരു വീട് ആക്കുന്നുണ്ട്. എല്ലാം തോള് തെറ്റേന്നാണ്. കാരണം നിങ്ങൾ അത്രയും വലിയ ഉപകാരം നമുക്കൊക്കെ ചെയ്തു തരുന്നു. ഇതൊന്നും നമുക്ക് മരിക്കാതെ നിങ്ങളൊക്കെ എവിടെ വിളിച്ചാലും ഞങ്ങൾ വരാറില്ല. നമ്മൾ എന്ത് പണി ഉണ്ടെങ്കിൽ അത് ചാടിക്ക് നിങ്ങളെ കൂടെ വരും. കാരണം നിങ്ങൾ അങ്ങനത്തെ നമുക്ക് കഷ്ടപ്പാട് നമുക്ക് തീർത്ത് തന്നെ കൂട്ടാം. പഠിച്ചവൻ ഇനി നിങ്ങൾക്ക് ആയിട്ടിട്ട് ഇനി വർക്കത്തോടു കൂടി തരത്തേന്നാണ് നമ്മളൊക്കെ പ്രാർത്ഥന. അന്ന് ഞാൻ അതാ അവരോട് ഞാൻ പറഞ്ഞു. അപ്പോൾ ഓരോ എടുത്തുമായിട്ട് വരാം, അമ്മ നിങ്ങളെ നമുക്ക് ചെയ്തു തരും. അപ്പോൾ നമ്മൾ ഓർക്കും വേണ്ടി നമ്മൾ എവിടെ വന്നാൽ പോയാലും നമുക്ക് തീരൂല. കാരണം ഇനി നിങ്ങൾക്ക് പഠിച്ചാൽ തെറ്റേന്നാണ് നമ്മളൊക്കെ പ്രാർത്ഥന. നമുക്ക് ഒന്നാമത്തെ കുടിവെള്ളമാണ്. ഇപ്പോൾ ഈ ഓരോ വീടുകളിൽ നമ്മൾ എത്ര ആൾ പോയി ഇറക്കേണ്ടി വരും എന്നറിയാം. മോനോട് പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ആട്ടും തുപ്പും കെട്ടില്ല നമുക്ക് ഓരോ വീട്ടുകളിൽ നിന്ന് ഓരോ പാത്രം വെള്ളം തരുന്നത്. കാരണം അവിടുന്ന് ഇപ്പോൾ എടുക്കാനും പറ്റില്ല. കാരണം എന്ന് വിചാരിച്ചാൽ ആ മറ്റേ മതിൽ കെട്ടിയിട്ട് ചെറിയ ഒരു ഗ്യാപ്പേ ഉള്ളൂ. അവിടെ ഒരാൾക്ക് കോരിയാൽ പിന്നെ വേറൊരാൾക്ക് ഇവിടെ വിളിച്ചാൽ നമ്മൾ വരാൻ റെഡിയാണ്. നമ്മൾ എന്ത് പണി ഉണ്ടായാലും നമുക്ക് പ്രധാനം ഈ കുടിവെള്ളം. വേറെ പൊന്നും പിന്നെ നമുക്ക് ദിവസം ചോറ് തരും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. ഒന്നില്ലെങ്കിൽ കുടിവെള്ളം വേണ്ടേ. ഇപ്പോൾ ഈ ചൂട് സമയമാണ്. ഇപ്പോൾ എത്ര വെള്ളം കുടിച്ചാലും നമുക്ക് ദാഹം തീരാത്ത സമയമാണ്. അപ്പോൾ പിന്നെ നമുക്ക് കുടിവെള്ളമാണ് പ്രധാനം ഈ കോളനിയിൽ. നമ്മൾ പാർട്ടിക്കാർ വരുമ്പോൾ പാർട്ടിക്കാരോട് പറയുന്നത് പെടുന്നുമില്ല. നമ്മളേത് പാർട്ടിക്കാരോടും ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഈ കുടിവെള്ളത്തിന്. കാരണം ഒരു പൈപ്പുണ്ട്. ആ ഒരു പൈപ്പിൽ നമ്മൾ എത്ര ആളാന്ന് വെച്ചിട്ടാണ് വെള്ളം എടുക്കണ്ടേ? അതോ പോയാൽ മര്യാദയ്ക്ക് 2 പാത്രം വെള്ളം കിട്ടില്ല. അതും ഇല്ലാണ്ട് നാട് മുഴുവനും നമ്മൾ വെള്ളത്തിന് ഓരോ പാനി എടുത്തിട്ട് അതന്നെ ഓരോ വീട്ടുകാർ പറയും നിങ്ങൾക്ക് ഒരാൾക്ക് കൊടുത്താൽ എല്ലാവരും വരുന്നില്ലേ, കോളനിക്കാർ തികച്ചും വരും, നമ്മളെവിടെയാണ് പോകേണ്ടത്, നിങ്ങൾക്ക് ഇനി വേറെ സ്ഥലം കിട്ടും, വെള്ളം കിട്ടും. പക്ഷേ നമ്മളിവിടെ ഈ വെള്ളം പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് പോകേണ്ടത് എന്നും പറഞ്ഞ് നാട്ടുകാർ മുഴുവനും നമുക്ക് കളമ്പല. ഇപ്പോൾ നടു കിണർ പറ്റി. ഇനിയിപ്പോൾ ഉള്ളത് ഈ കിണറ്റിലും ആ ലാസ്റ്റ് കിണറ്റിലും. ഇവിടെ നിന്ന് ഇപ്പോൾ രാവിലെ ഇവിടെ വരുന്നായിരുന്നു. തികച്ചും പാത്രങ്ങളാണ്. നമുക്ക് നിൽക്കാൻ പോലും ഇവിടെ ഒരു സ്ഥലം കിട്ടൂല. അങ്ങനെ എടുത്തിട്ട് പോകുന്നു. കാരണം നമ്മൾ കുടിവെള്ളല്ലേ. നമ്മൾ ഈ ഭാഗത്തുള്ളവരെല്ലാവരും കൂടി പറയുന്നത് എന്താ വെച്ചാൽ ഇത് വറ്റിയാൽ നടു കിണറ്റിൽ നിന്ന് നമുക്കുള്ള വെള്ളം 5 പാത്രമായിട്ട് നമുക്ക് എല്ലാവർക്കും എടുക്കാം. കാരണം നമുക്ക് കുടിവെള്ളമാണ് പ്രധാനം. വേറെ ഒന്നും വേണ്ട. നമുക്ക് ഈ കുടിവെള്ളത്തിന് എവിടെ വിളിച്ചാലും എവിടെ പോകാനും നമ്മൾ റെഡിയാണ്.
ഈ കോളനിയിൽ തികച്ച ആൾക്കാർ നമ്മൾ ജാതിയായിട്ട് അങ്ങ് വന്നോളൂ. ചെറുത് തൊട്ട് വലുത് നിങ്ങൾ എവിടെ വിളിച്ചാലും നമ്മൾ വരാൻ റെഡിയാണ്. പക്ഷേ കുടിവെള്ളം നമുക്ക് പ്രധാനം നമുക്ക് കിട്ടണം. ഈ കൊല്ലം എങ്ങനെയായാലും നമുക്ക് തെണ്ടാൻ കയ്യായിട്ടാണ്. കാരണം അവിടെ നിന്നൊക്കെ ഒരു പാത്രം വെള്ളം കൊണ്ടുവരുമ്പോഴത്തേക്കും നീ എന്താ പറയുന്നത്, ഇവിടെ എത്തുമ്പോഴത്തേക്കില്ലേ തളർന്ന അവസ്ഥയായി പോകുന്നു. പിന്നെ രണ്ടാമത്തെ ഒരു പാത്രത്തിന് പോകാൻ കഴിയുന്നില്ല. നമ്മൾ ഈ കുറേ കൂട്ടർ ഇവിടെ സുഖമില്ലാത്ത കൂട്ടരുണ്ട്, കാലില്ലാത്ത കൂട്ടരുണ്ട്, പിന്നെ തീരെ നടക്കാൻ പറ്റാത്ത കൂട്ടരുണ്ട്. അങ്ങനെ കുറേ സുഖമില്ലാത്ത മനുഷ്യന്മാരാണ് ഈ കോളനിയിൽ. നമുക്ക് കാര്യമായിട്ട് കുടിവെള്ളം നമുക്ക് എങ്ങനെയായാലും ഈ ട്രിപ്പ് നമുക്ക് തന്നേ പറ്റൂ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വേറെ ഇടാൻ തരി, ഉടുക്കാൻ തരി, അല്ല ചോറ് തരി, എണ്ണ തരി എന്നും പറഞ്ഞ് നമ്മൾ വരുന്നില്ല. കുടിവെള്ളം നമുക്ക് ഈ കോളനിക്കാർ എവിടെ എന്ത് പാടുപെട്ടാലും നമുക്ക് കുടിവെള്ളം നമുക്ക് കിട്ടണം. അല്ലെ 2 ലോറി വെള്ളമെങ്കിലും നമുക്ക് ഇറക്കി തരണം. നിങ്ങളെ ഇതിൽ ഒരു ലോറി ഇപ്പുറം വേണം, ഒരു ലോറി അവിടെയും വേണം. കാരണം ഒരു ലോറി വെള്ളം കൊണ്ടുവന്നാൽ എത്തുന്നില്ല. ഈ 2 പാത്രം വെള്ളമേ കിട്ടുന്നുള്ളൂ. അത് കിട്ടിയിട്ട് എവിടെ 2 വട്ടം കക്കത്ത് പോകുമ്പോൾ വെള്ളം തീർന്നത്. ഇതാണ് ഇപ്പോൾ നമുക്കുള്ള പാത്രങ്ങൾ. നമ്മൾ ഈ പാത്രം എടുത്തിട്ട് ഏതൊക്കെ വീടുകളിൽ പോകണോ ഇനി വെള്ളത്തിന് എവിടെയൊക്കെ തെണ്ടേണ്ടി വരും. ഇത് ഈ ഒരു 2 ആഴ്ചൻ്റെ ഉള്ളിൽ കിണർ വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം എങ്ങനെയാണ് ഉള്ളതെന്ന്. ഇപ്പോഴത്തെ പഠിച്ചവർ ഇനി കൈക്കൊക്കെ ഒരു കേടുപാടില്ലാതെ നിൽക്കട്ടെ. കെട്ടിത്തന്നതല്ല നമുക്ക് ഈ വീട്. കിട്ടുന്നില്ല.
അവർക്ക് നിങ്ങളെ കുടികളൊക്കെ തീർക്കണ്ടേ? ഇങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ, പഞ്ചായത്തിൽ പോകേണ്ടി വരും. ഇപ്പൊ കറണ്ട് വേണം. വിളിക്കാനും വരുമ്പോൾ കാര്യമില്ല. അതിലുണ്ട് പക്ഷെ എല്ലാരും